വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ശാലിനിയുടെ ഫോണിൽ സുസ്മിതയും രാജേശ്വരിയും കൂടിയുള്ള സംഭാഷണ വീഡിയോ കാണുകയാണ് സത്യഭാമ. ശാലിനി പറയുകയാണ്, എൻ്റെ വീടിൻ്റെ ആധാരത്തിന് പകരം സത്യാമ്മയുടെ വീടിൻ്റെ ആധാരം വച്ചതും ചതിച്ചതുമൊക്കെ സുസ്മിതയാണ്. നഷ്ടം മുഴുവനും എനിക്കും എൻ്റെ കുടുംബത്തിനും. ഒരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു എല്ലാം കാലം തെളിയിക്കുമെന്ന്, അതിന്ന് സത്യമായി. വീഡിയോ കണ്ട ശേഷം സത്യഭാമ ദേഷ്യത്തോടുകൂടി സുസ്മിതേ സുസ്മിതേ എന്ന് വിളിക്കുകയാണ്. അന്നേരം ദാ വരുന്ന ആൻറ്റിന്ന് അകത്തു നിന്നും സുസ്മിത പറയുന്നു. സുസ്മിതയെ കണ്ട് പ്രീതി സ്വയം കരുതുകയാണ്, എടി ഭയങ്കരി, നിന്റെ എല്ലാ കളിയും ഇന്നത്തോടെ തീർന്നു കിട്ടും. എന്താ ആൻറ്റിന്ന് സുസ്മിത ദൂരെ നിന്ന് ചോദിക്കുമ്പോൾ നീങ്ങി വന്നേന്ന് പറയുകയാണ് സത്യഭാമ. ആകെ ഭയന്ന് സത്യഭാമയുടെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ് സുസ്മിത. പ്രീതിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി സത്യഭാമ സുസ്മിതയോട് ചോദിക്കുകയാണ്, ഞാനീ കണ്ടതെല്ലാം സത്യമാണോ? ആൻറ്റി എന്താ കണ്ടതെന്നറിയാതെയെന്ന് സുസ്മിത പറയുമ്പോൾ ദേഷ്യത്തോടു കൂടി ഭാമ പറയുകയാണ്, നീ രാജേശ്വരിക്ക് ആധാരം കൈമാറുന്നതിൻ്റെ വീഡിയോ. അന്നേരം അത് സത്യമാ ആൻറ്റി എന്ന് പറയുകയാണ് സുസ്മിത. അന്നേരം അമ്പരന്ന് നിൽക്കുകയാണ് പ്രീതിയും സത്യഭാമയുമൊക്കെ. അപ്പോൾ നീയാണല്ലേ ശാലിനിയുടെ വീടിൻ്റെ ആധാരത്തിന് പകരം എൻ്റെ വീടിൻ്റെ ആധാരം മാറ്റിവെച്ചത് അല്ലേ എന്ന് ഭാമ ചോദിക്കുന്നു. അയ്യോ അല്ല ആൻറ്റി എന്ന് സുസ്മിത പറയുമ്പോൾ ഭാമ ചോദിക്കുകയാണ്, അതിന് നീയല്ലേ ഇപ്പോൾ അത് സമ്മതിച്ചത്? അന്നേരം സുസ്മിത പറയുകയാണ്, രാജേശ്വരി ചേച്ചിക്ക് ആധാരം കൈമാറിയത് ഞാനാണെന്ന് സമ്മതിച്ചു, പക്ഷേ ആധാരങ്ങൾ തമ്മിൽ മാറ്റിയത് ഞാനാണെന്ന് സമ്മതിച്ചോ? അന്നേരം സുസ്മിത എന്താണ് പറയുന്നതെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുകയാണ് ശാലിനിയും രാഘവൻ നായരും പ്രീതിയുമൊക്കെ. ദേഷ്യത്തോടുകൂടി ഭാമ ഉച്ചത്തിൽ പറയുകയാണ്, മനസ്സിലാകുന്ന ഭാഷയിൽ പറയ സുസ്മിതേ. അന്നേരം സുസ്മിത പറയുകയാണ്, ശാലിനിയുടെ വീടിൻ്റെ ആധാരം ഇവിടെ എത്തുന്നതിന് മുമ്പ് എവിടെയാണ് ഇരുന്നതെന്ന് അവളോടൊന്ന് ചോദിച്ചു നോക്കാൻറ്റി. ഭാമ ശാലിനിയെ നോക്കുമ്പോൾ രാജേശ്വരി ചേച്ചിയുടെ വീട്ടിലെന്ന് പറയുകയാണ് സുസ്മിത. ആ ആധാരം ഇപ്പോഴും ഇവളുടെ അച്ഛൻ്റെ പേരിലാണ്. കുറേ നാളായിട്ട് ഇവരമ്മയും മക്കളും അയാളുമായിട്ട് പറ്റിക്കൂടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് ശാരികയുടെ വിവാഹവും. അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ രഹസ്യമായി ആ ആധാരം ഇവർക്ക് എടുത്തു കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് രാജേശ്വരി ചേച്ചിക്ക് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ചേച്ചി സ്വന്തം വീടിൻ്റെ ആധാരം എടുത്തു മാറ്റിയിട്ട് ചെറിയൊരു വസ്തുവിൻ്റെ ആധാരമെടുത്ത് അവിടെ വച്ചു. അത് പണയം വെച്ചാലും ചേച്ചിക്ക് തിരിച്ചു ചോദിക്കാനുള്ള അവകാശമുണ്ടല്ലോ. ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ആ ആധാരം ശാലിനിയുടെ മുറിയിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടി. ആധാരത്തിലെ പേര് രാജേശ്വരി ചേച്ചിയുടേതായതുകൊണ്ട് ഞാൻ അവരെ വിളിച്ച് വിവരം അറിയിച്ചു. ചേച്ചിയോടുള്ള വിരോധം കൊണ്ട് ശാലിനി അത് കീറിക്കളയും എന്നുള്ള ഉദ്ദേശത്തിൽ പെട്ടെന്ന് അത് ചേച്ചിക്ക് കൊണ്ടുപോയി കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് ഞാൻ അതുപോലെ ചെയ്യുകയും ചെയ്തു. ആധാരം തിരികെ കൊടുത്തതിനാണ് രാജേശ്വരി ചേച്ചി എന്നോട് താങ്ക്സ് പറഞ്ഞത്. കഥ മാറിയതിനനുസരിച്ച് ആകെ പരിഭ്രമിച്ചു നിൽക്കുകയാണ് ശാലിനി. വീണ്ടും അഭിനയിച്ച് സുസ്മിത സത്യഭാമയോട് പറയുകയാണ്, ആധാരം മാറ്റിവെച്ചു എന്ന് പറയുന്നത് എന്നെ സംശയിച്ചല്ല, ചേച്ചി മാറ്റിവെച്ച കാര്യമാണ് പറയുന്നത്. അതും അവരുടെ വീട്ടില് 5 സെന്റ് ഭൂമിയുടെ ആധാരം കൊണ്ട് 30 പവനും 10 ലക്ഷം രൂപയും കിട്ടില്ല എന്ന് മനസ്സിലാക്കി ആൻറ്റിയുടെ വീടിൻ്റെ ആധാരം മോഷ്ടിച്ചത് ഈ ശാലിനി തന്നെയാ ആൻറ്റി എന്ന് ശാലിനിയെ നോക്കി പറയുകയാണ് സുസ്മിത. ഇതെല്ലാം കേട്ട് ആകെ ദേഷ്യപ്പെട്ട് എടി നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് സുസ്മിതയുടെ അടുത്തേക്ക് ശാലിനി അടുക്കുമ്പോൾ തൊട്ടുപോകരുത് അവളെ എന്ന് പറഞ്ഞ് ശാലിനിയെ പിടിച്ചു മാറ്റുകയാണ് സത്യഭാമ. അവളെ വിചാരണ ചെയ്യാനും ശിക്ഷ വിധിക്കാനുമൊക്കെ ഇവിടെ ഞാനുണ്ട്. അന്നേരം രാഘവൻ നായർ ചോദിക്കുകയാണ്, ഭാമേ, ഇവള് പറയുന്ന കള്ളക്കഥ മുഴുവനും നീ തൊണ്ട തൊടാതെ വിഴുങ്ങുകയാണോ? ഒരാള് കുറ്റം ചെയ്തു എന്ന് ഉറപ്പിക്കാതെ ശിക്ഷ വിധിക്കാൻ ആവില്ല രാഘവേട്ടാ. എന്നിട്ട് ശാലിനിയോട് പറയുകയാണ്, സുസ്മിത തന്നെയാണ് ആധാരം മാറ്റിയതെന്ന് നിന്റെ കയ്യിൽ തെളിവ് വല്ലതും ഉണ്ടെങ്കിൽ പോയി അതും കൊണ്ട് വാ, അപ്പോൾ നോക്കാം ബാക്കി എന്ന് പറഞ്ഞ് ശാലിനിയുടെ ഫോൺ ശാലിനിയുടെ കയ്യിലേക്ക് വച്ചു കൊടുത്തിട്ട് റൂമിലേക്ക് പോവുകയാണ് സത്യഭാമ. അന്നേരം ദേഷ്യത്തോടു കൂടി ശാലിനി സുസ്മിതയെ നോക്കുമ്പോൾ അവിടെ നിന്നും വെപ്രാളപ്പെട്ട് പേടിച്ച് റൂമിലേക്ക് പോവുകയാണ് സുസ്മിത. അന്നേരം പ്രീതി പറയുകയാണ്, എന്ത് വലിയ കള്ളിയാണ് അവള്, എന്തുമാത്രം കള്ളക്കഥ പറഞ്ഞാണ് അവൾ അങ്ങോട്ട് രക്ഷപ്പെട്ടത്. അന്നേരം സങ്കടത്തോടുകൂടി ശാലിനി പറയുകയാണ്, എൻ്റെ ശാരികേച്ചിയുടെ ജീവിതം പോലും സത്യാമ്മ പരിഗണിച്ചില്ലല്ലോ പ്രീതി. ഈ വീട്ടിൽ എൻ്റെ സ്ഥാനം എന്താണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാകുന്നത്. അന്നേരം രാഘവൻ നായർ മഹാഭാരതത്തിലെ ധൃതരാഷ്ട്രരുടെ കഥ പറഞ്ഞ് ശാലിനിയെ ആശ്വസിപ്പിക്കുകയാണ്. പുത്രസ്നേഹത്തിൻ്റെ കഥ പറയുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, ഭാമയ്ക്കുള്ളത് പുത്രസ്നേഹമല്ല, അമിതമായ സ്നേഹം, അതും തോഴിയുടെ പുത്രിയോട്. അതിനുശേഷം ശാലിനി പുറത്തേക്കിറങ്ങി സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് മുഹമ്മദ് ഹാജിയുടെ തടിമില്ലിലേക്ക് എത്തുകയാണ് വിഷ്ണു കമലിനെയും കൂട്ടി. ബൈക്കിൽ നിന്നും കമലൻ ഇറങ്ങുമ്പോൾ വിഷ്ണു ചോദിക്കുകയാണ്, എടാ പ്രതീക്ഷയ്ക്ക് വകയുണ്ടാകുമോ?
ഹാജിയാർ വിചാരിച്ചാൽ ഒരു ജോലി തരാനാണോ ബുദ്ധിമുട്ട്? ഹാജിയാരുടെ സ്ഥാപനങ്ങളിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ടെന്ന് കമലം പറയുന്നു. നീ സംസാരിച്ചതല്ലേ എന്ന് അന്നേരം ചോദിക്കുകയാണ് വിഷ്ണു. ഞാനതൊക്കെ എപ്പോഴേ സംസാരിച്ചു. ആശാനെ നേരിട്ട് കൂട്ടിക്കൊണ്ടുവരാനാണ് ഹാജിയാർ പറഞ്ഞത്. ആശാൻ ധൈര്യമായിട്ട് വന്ന് ഇറങ്ങി വാ ആശാനെ എന്ന് വിഷ്ണുവിനെ വിളിക്കുകയാണ് കമലൻ. ഹാജിയാരെന്നും പറഞ്ഞ് വിഷ്ണു അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ മുഹമ്മദ് ഹാജിയാർ പറയുകയാണ്, അല്ല, ആരാണിത് വരുന്നത്? വിഷ്ണു മോനോ? കുടിക്കാൻ ചായയോ കാപ്പിയോ വല്ലതും എടുക്കണോ? ഏയ്, ഒന്നും വേണ്ട ആശാനെ, ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ ഹാജിയാർ പറയുകയാണ്, ആ, കമലൻ പറഞ്ഞിരുന്നോ? ജോലിക്കാര്യമല്ലേ, ഈ മില്ലിൽ മാത്രമല്ല എല്ലായിടത്തും നമ്മുടെ ജോലിക്കാരുണ്ട്. ലോറി പണിക്കാര് വേറെ, പിന്നെ ഒരു കോളേജും സ്കൂളും എല്ലാം ഉണ്ട് എനിക്ക്. പിന്നെ ഒരു ആശുപത്രിയും തീപ്പെട്ടി ഉണ്ടാകുന്ന കമ്പനിയും ഒക്കെയുണ്ട്. ഇതിലെവിടെയാണ് ഞാൻ മോന് ജോലി തരേണ്ടത്? മിണ്ടാതെ വിഷ്ണു നിൽക്കുമ്പോൾ ഹാജിയാർ പറയുകയാണ്, കോളേജിലോ സ്കൂളിലോ ആശുപത്രിയിലോ മോന് പറ്റില്ല. അവിടെയൊക്കെ ഒരുപാട് പഠിപ്പുള്ളവരാണ് ജോലി ചെയ്യുന്നത്. അന്നേരം വിഷ്ണുവിൻ്റെ മുഖം മങ്ങുകയാണ്. മില്ലിലോ കമ്പനിയിലോ ഒക്കെ മോന് പണി തരാമെന്ന് വിചാരിച്ചാൽ ആ പണിയൊന്നും മോന് ശരിയാകില്ല. അത് പറഞ്ഞ് ഹാജിയാർ പോകാനൊരുങ്ങുമ്പോൾ വിഷ്ണു പറയുകയാണ്, ഹാജിയാരെ, എന്ത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറാണ്. മോൻ എന്ത് ജോലി ചെയ്യാനും തയ്യാറായിരിക്കും. മോനെ കൊണ്ട് അത് പറ്റുകയും ചെയ്യും. പക്ഷേ സത്യാമ്മയുടെ മോനെ കൊണ്ട് കൂലിവേല ചെയ്യിക്കുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞാൽ ഹാജിയാർക്കത് കുറച്ചിലാണ്. അന്നേരം സങ്കടത്തോടെ വിഷ്ണു ചോദിക്കുകയാണ്, ചുരുക്കി പറഞ്ഞാൽ സത്യാമ്മയുടെ മോന് ഇവിടെ ജോലിയില്ല അല്ലേ? ഉത്തരം പറയാതെ ഹാജിയാർ നിൽക്കുമ്പോൾ വാടാന്നും പറഞ്ഞ് കമലിനെയും കൂട്ടി പോവുകയാണ് വിഷ്ണു. അന്നേരം ഹാജിയാർ പെട്ടെന്ന് വിളിക്കുകയാണ്, മോനൊന്ന് നിൽക്കണം. ഞാൻ വേറൊരു കാര്യമാണ് ആലോചിച്ചു കൊണ്ട് നിന്നത്. ഇത്രയും കമ്പനികളും സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും മൊത്തത്തിൽ നോക്കി നടത്താൻ ഒരാളില്ല. എന്നെക്കൊണ്ട് പറ്റില്ല എന്നല്ല, പക്ഷേങ്കിൽ പ്രായമായി തുടങ്ങിയില്ലേ? മനസ്സെത്തുന്നിടത്ത് കൈയെത്തിയില്ല. എനിക്കും കൗസുവിനും ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചിട്ടില്ല അല്ലാഹു. ആ സ്ഥാനത്ത് നിൽക്കാൻ മോനെ കൊണ്ട് പറ്റുമോന്നാണ് എൻ്റെ ചോദ്യമെന്ന് വിഷ്ണുവിനെ നോക്കി ചോദിക്കുകയാണ് ഹാജിയാർ. ഇപ്പറഞ്ഞ സ്ഥാപനങ്ങളും കമ്പനികളും ഒക്കെ നോക്കി നടത്തുന്ന ഒരു ജനറൽ മാനേജർ വേണം. അതാ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ഹാജിയാർ പറയുമ്പോൾ ആകെ സന്തോഷിക്കുകയാണ് വിഷ്ണുവും കമലിനുമൊക്കെ. അന്നേരം ശങ്കരേട്ടനും അവിടേക്ക് എത്തുകയാണ്. ശങ്കരൻ നായർ ചിന്തിക്കുകയാണ്, ശാലിനി മോളുടെ ഭർത്താവ് വിഷ്ണുവല്ലേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് മാറി നിൽക്കുകയാണ് ശങ്കരേട്ടൻ. തുടർന്ന് ഹാജിയാർ പറയുകയാണ്, ഭേദപ്പെട്ട ഒരു ശമ്പളവും നിശ്ചയിക്കാം, എന്തു പറയുന്നു എന്ന് ചോദിക്കുന്നു. അന്നേരം സന്തോഷത്തോടു കൂടി ഹാജിയാരെ തൊഴുകയാണ് വിഷ്ണു. നന്ദിയുണ്ടാവും എനിക്ക് ജോലി തന്നതിനെന്ന് വിഷ്ണു പറയുന്നു. ഹാജിയാർ പറയുകയാണ്, അതങ്ങോട്ട് ഉറപ്പിക്കണ്ട, അതിനു മുമ്പ് വേറെ ചില കാര്യങ്ങൾ കൂടി തീരുമാനമാകാനുണ്ട്. ശരി ആശാനെ, എനിക്ക് ഇത്രയൊക്കെ പരിഗണന തന്നതിൽ നന്ദിയുണ്ട്. ആശാനെ വിശ്വസിച്ച് ഞാൻ പോവുകയാ. ആയിക്കോട്ടെ എന്ന് ഹാജിയാർ പറയുന്നു. അതിനുശേഷം കമലിനെയും കൂട്ടി അവിടെ നിന്നും പോവുകയാണ് വിഷ്ണു. വിഷ്ണു വണ്ടിയിലേക്ക് കയറിയ ശേഷം കമലൻ ചോദിക്കുകയാണ്, ആശാനെ ഇപ്പോൾ എന്തായി? അന്നേരം വിഷ്ണു പറയുകയാണ്, അയാൾ ജോലി തരുമായിരിക്കും അല്ലേടാ? ഹാജിയാർ അങ്ങനെ വെറും വാക്ക് പറയുന്ന ആളല്ല ആശാനെ എന്ന് കമലൻ പറയുമ്പോൾ കേറെന്ന് പറയുകയാണ് വിഷ്ണു. അന്നേരം ഹാജിയാരുടെ ജോലിക്കാരൻ വന്ന് ഹാജിയാരോട് ചോദിക്കുകയാണ്, ഇന്നലെ കണ്ട ഒരാളിന് കമ്പനി സ്ഥാപനങ്ങളുമൊക്കെ വിട്ടുകൊടുക്കാൻ പോവുകയാണോ ഹാജിയാർ? ചിരിച്ച് ഹാജിയാർ പറയുകയാണ്, കച്ചവടത്തിൽ എന്തെങ്കിലും മണ്ടത്തരം ഹാജിയാർ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പക്ഷേ എന്ന് അയാൾ പറയുമ്പോൾ ഹാജിയാർ പറയുകയാണ്, ഒരു പക്ഷേയും ഇല്ലടാ. ഹാജിയാരുടെ സാമ്രാജ്യത്തേക്കാൾ വലുതാണ് സത്യഭാമയുടെ സാമ്രാജ്യം. പലിശ പണം കൊണ്ട് അവരങ്ങോട്ട് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഉന്നതങ്ങളിൽ അവർക്ക് പിടിപാടുമുണ്ട്. ഇതൊക്കെ എങ്ങനെ ഉണ്ടായി എന്നാണ് നിന്റെ വിചാരം? എടാ, സ്വത്തുണ്ടാക്കുന്നതിൽ മാത്രമല്ല കാര്യം, അത് സംരക്ഷിക്കുന്നതിലുമുണ്ട് കാര്യം. ഒരു കൈക്കുടം നിറയെ വെള്ളം കോരിയിട്ട് അത് വിരലുകൾ കൂടി ചോർന്നു പോയാൽ എന്താ സംഭവിക്കുക? മനസ്സിലായില്ലെന്ന് ജോലിക്കാരൻ പറയുമ്പോൾ ഹാജിയാർ പറയുകയാണ്, ഹാജിയാർ കോരുന്ന വെള്ളം മുഴുവൻ അത് ചോർന്നു പോകുന്നു. പക്ഷേ സത്യഭാമ കോരുന്ന വെള്ളം അത് കൈക്കുടത്തിൽ തന്നെ ഇരിക്കുന്നു. കമ്പനിയിൽ ജോലി പ്രശ്നം, കോളേജിൽ ശമ്പള പ്രശ്നം, ഇതെല്ലാം കൂടി ആയിട്ട് ഹാജിയാരുടെ കീശ അങ്ങോട്ട് ചോർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. പക്ഷെ സത്യഭാമയ്ക്ക് അതില്ല. അവിടെ കൊടി പിടിക്കാനും സമരം ചെയ്യാനുമൊക്കെ മുട്ടിടിക്കും. വിഷ്ണുവിനെ പോലുള്ള ഒരുത്തനല്ലേ അവിടെ സത്യഭാമയ്ക്ക് വേണ്ടി ചാവാൻ പോലും ചാവേറായിട്ട് നിൽക്കുന്നത്. അത് ശരിയാണെന്ന് ജോലിക്കാരൻ പറയുമ്പോൾ ഹാജിയാർ ചോദിക്കുകയാണ്, അതേ വിഷ്ണുവിനെ ഹാജിയാരുടെ പാളയത്തിലേക്ക് കിട്ടിയാലോ? അതാണ് ഹാജിയാരുടെ ബുദ്ധി. അതുകൊണ്ടാണ് ഈ ഹാജിയാർ ഹാജിയാരായതും നീ വെറും മാനേജരായതുമെന്ന് അയാളോട് പറയുകയാണ്. പേരിനേയുള്ളൂ ജനറൽ മാനേജർ, പക്ഷേ അവനിവിടെ ചെയ്യുന്നത് സത്യഭാമയ്ക്ക് വേണ്ടി ചെയ്യുന്ന അതേ ജോലി തന്നെ ആയിരിക്കും. ഗുണ്ടാപ്പണി എന്ന് മാനേജറോട് പറയുകയാണ് ഹാജിയാർ.
അതേസമയം വിഷ്ണു അവിടെ വന്നതും ഹാജിയാരോട് ജോലി അന്വേഷിച്ചതുമായ കാര്യങ്ങൾ സത്യഭാമയോട് വിളിച്ചു പറയുകയാണ് ശങ്കരേട്ടൻ. തുടർന്ന് ശാലിനിയെ ഫോൺ ചെയ്ത് ശാരദാമ്മ പറയുകയാണ്, ആ മോളെ, നീ 1-2 പ്രാവശ്യം വിളിച്ചിരുന്നു അല്ലേ, അമ്മ ശ്രദ്ധിച്ചില്ല. ഇപ്പോഴാണ് അടുക്കളയിൽ നിന്നും ഒന്ന് കൈ കഴിഞ്ഞത്, പറ, എന്താണ് അവിടെ വിശേഷങ്ങൾ? ശാലിനി പറയുകയാണ്, പ്രധാന വിശേഷം നമ്മുടെ ആധാരത്തെക്കുറിച്ച് തന്നെയാണമ്മേ. എവിടെ നിന്നാണോ അമ്മയ്ക്കത് കിട്ടിയത് അവിടേക്ക് തന്നെ അത് തിരിച്ചെത്തി. ഇപ്പോൾ ആ ആധാരം രാജേശ്വരിയുടെ കയ്യിൽ തന്നെ തിരികെ എത്തിയിരിക്കുകയാണ്. അത് കേട്ട് ഞെട്ടി രാജേശ്വരിയുടെ കയ്യിലൊന്ന് ചോദിക്കുകയാണ് ശാരദാമ്മ. പക്ഷേ അതെങ്ങനെ മോളെ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ ശാരദാമ്മയോട് പറയുകയാണ് ശാലിനി. എല്ലാം കേട്ടിട്ട് ശാരദാമ്മ ചോദിക്കുകയാണ്, അപ്പോൾ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയായി ശാരികയുടെ കല്യാണം എന്നർത്ഥം? അതേ വിധിച്ചിട്ടുള്ളൂ എന്ന് സമാധാനിക്കാം അല്ലേ മോളെ എന്ന് സങ്കടത്തോടു കൂടി ചോദിക്കുകയാണ് ശാരദാമ്മ. ആ സുസ്മിത ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ലമ്മേ. അവൾക്ക് എന്ത് ലാഭമാ ഉണ്ടായിട്ടാ ഇതൊക്കെയെന്ന് ശാരദാമ്മയോട് പറയുകയാണ് ശാലിനി. അന്നേരം സങ്കടത്തോടെ ശാരദാമ്മ പറയുകയാണ്, പക്ഷേ അതിൻ്റെ പേരിൽ നീ ആ വിഷ്ണുമോനെ അല്ലേ സംശയിച്ചത്? അന്നേരം അയാൾ അത്ര പാവമൊന്നും അല്ലാന്ന് പറയുകയാണ് ശാലിനി. എന്ത് വർത്തമാനമാടി നീ പറയുന്നത്? നീ ആ കുട്ടിയെ ശരിക്കും മനസ്സിലാക്കാഞ്ഞിട്ടാണ്. അവൻ ആത്മാർത്ഥതയുള്ള ആണൊരുത്തനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, ഞാൻ എന്ത് മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് അമ്മ ഈ പറയുന്നത്? അല്ലെങ്കിലേ അയാളുടെ ആത്മാർത്ഥത കൂടുതൽ എന്താണെന്ന് അമ്മയൊന്ന് പറഞ്ഞു തന്നാലും മതി. ശാരദാമ്മ പറയുകയാണ്, പറയാം. നമ്മുടെ ശങ്കരേട്ടൻ പറഞ്ഞ് ഞാനൊരു കാര്യം അറിഞ്ഞു. എന്ത് കാര്യമെന്ന് ശാലിനി ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, നിന്റെ ഭർത്താവ് ജോലി അന്വേഷിച്ച് നടക്കുന്നുവെന്ന്. കേട്ടത് വിശ്വസിക്കാനാവാതെ ജോലി അന്വേഷിച്ചോ എന്ന് ചോദിക്കുകയാണ് ശാലിനി. അന്നേരം ശാരദാമ്മ പറയുകയാണ്, അതെ, ആൾക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് പണം ഉണ്ടാക്കണമെന്ന ഉറച്ച ആലോചനയിലാണ് ഇപ്പോൾ. അതിനുവേണ്ടി മുഹമ്മദ് ഹാജിയെ കാണാൻ തടിമില്ലിൽ ചെന്നൂന്ന് ശങ്കരേട്ടൻ കണ്ടൂന്ന്. അമ്മേ, സത്യമാണോ ഈ പറയുന്നതെന്ന് ശാലിനി ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, അല്ല, നോണ. എടി, സത്യഭാമയുടെ മോൻ സ്വന്തമായിട്ട് ജോലി അന്വേഷിച്ച് നടക്കണമെങ്കിലേ ആ മനസ്സിലുണ്ടായ മുറിവുകൾ എത്രയാണെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ വീട്ടിൽ നിന്നും പണമെടുത്ത് ശാരികയുടെ കല്യാണം നടത്താൻ നോക്കിയപ്പോൾ അവർ തടഞ്ഞു എന്നല്ലേ നീ പറഞ്ഞത്? അതാണ് ആ കുഞ്ഞിൻ്റെ മനസ്സിനെ ഇത്രയും വാശി ഉണ്ടാക്കിയത്. സ്വന്തമായി പണം ഉണ്ടാക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ടായെങ്കിലേ അത് ആ നിമിഷം ഉണ്ടാകാനേ സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ജോലി അന്വേഷിച്ച് ഇപ്പോൾ നടക്കണമെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ശാരിക്ക് വേണ്ടിയാകണമെന്നേ ഇപ്പോൾ ഞാനും നീയും മനസ്സിലാക്കേണ്ടത്. പക്ഷേ അമ്മേ, അതിപ്പോ എന്ന് ശാലിനി പറയാൻ തുടങ്ങുമ്പോൾ തടയിട്ട് ശാരദാമ്മ പറയുകയാണ്, അതിപ്പോ ഇതിപ്പോ ഒന്നുമില്ല. ഇതാ ഞാൻ പറഞ്ഞത്, നീ ശരിക്കും ആ കുട്ടിയെ മനസ്സിലാക്കിയിട്ടില്ല. കയ്യിൽ നിന്ന് എപ്പോഴോ ഒരു തെറ്റ് സംഭവിച്ചു പോയതിന് പശ്ചാത്താപമുണ്ട് വിഷ്ണുമോന്. അത് തിരുത്താൻ വേണ്ടി പല വഴികളും നോക്കുന്നുണ്ട് ആ പാവം. അത് തിരിച്ചറിഞ്ഞിട്ടും അറിഞ്ഞില്ലാതെ നടിക്കുന്നത് പാപമാണ്. അത് ശരിയല്ല മോളെ, ദൈവം പൊറുക്കില്ലാതെന്ന് സങ്കടത്തോടുകൂടി ശാലിനിയോട് പറയുകയാണ് ശാരദാമ്മ. ഭർത്താവിന് പിന്തുണയും സഹായവുമായിട്ട് നിൽക്കേണ്ടവളാണ് ഭാര്യ. പുറങ്കാലി കൊണ്ട് ചവിട്ടി എറിഞ്ഞിട്ട് പോലും താലി കെട്ടിയാളുടെ പിന്നാലെ പോയവളാണ് നിന്റെ അമ്മ. ആ ശാരദാമ്മയുടെ മോളാണ് നീ എന്നൊരിക്കലും മറക്കരുത്. ഇല്ലമ്മേ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളെന്ന് പറയുകയാണ് ശാലിനി. അത് കേട്ട് സന്തോഷത്തോടുകൂടി ശാരദാമ്മ പറയുകയാണ്, ശരി മോളെ, അമ്മയ്ക്കിനി ഒന്നും പറയാനില്ല. കഴിഞ്ഞതൊക്കെ നീ ഒന്നുകൂടി ആലോചിച്ച് നോക്ക്. നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ സ്ഥാനത്തു കൂടി നിന്നും ആലോചിക്കണം. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനും നമ്മൾ മനസ്സ് കാണിക്കണം. അമ്മ വെറുതെ പറഞ്ഞെന്നേ ഉള്ളൂ. ശരി മോളെ, അമ്മ വെക്കട്ടെ എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് ശാരദാമ്മ. ഫോൺ വെച്ച ശേഷം ശാരദാമ്മ ചിന്തിക്കുകയാണ്, ആധാരം രാജേശ്വരിയുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതെടുത്തു തന്നത് ഗോപാലേട്ടനാണെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ആ പാവത്തിനെ അവൾ കൊല്ലാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ദൈവങ്ങളോട് പ്രാർത്ഥിക്കുകയാണ് ശാരദാമ്മ. അതേസമയം ഫോൺ വെച്ച ശേഷം കണ്ണാടിയിലെ മുൻപിൽ നിന്ന് ശാലിനി പറയുകയാണ്, നിനക്ക് IAS പഠിക്കാനുള്ള തലച്ചോറേ ഉള്ളു ശാലിനി. മുറിയിൽ കൂടെ ഉറങ്ങുന്ന മനുഷ്യനെ മനസ്സിലാക്കാനുള്ള കഴിവ് കിട്ടിയിട്ടില്ല. കഷ്ടം എന്ന് സ്വയം പറഞ്ഞ് കരയുകയാണ് ശാലിനി. അതിനുശേഷം കല്യാണം മുടങ്ങിയ ശേഷം കുടുംബശ്രീ വീട്ടിൽ വെച്ച് വിഷ്ണുവിനെ കുറ്റപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ് ശാലിനി. പിന്നീട് പ്രീതി ശാലിനിക്ക് പനി പിടിച്ചു കിടന്നപ്പോൾ വിഷ്ണു ശുശ്രൂഷിച്ച കാര്യങ്ങളും ഒക്കെ പറഞ്ഞത് ആലോചിച്ചിരുന്ന് കരയുകയാണ് ശാലിനി. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.